എല്ലാ പ്രിയപ്പെട്ടവർക്കും എവറിത്തിങ് 360യുടെ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ SBM ബാങ്കിൻ്റെ ഗിൽഡ് എന്ന് പറയുന്ന ഒരു FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയുടെ ഒരു എൻഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കാർഡിൻ്റെ അൺബോക്സിങ് കൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാർഡിൻ്റെ അൺബോക്സിങ് നിങ്ങളൊന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് വീഡിയോയുടെ അവസാനം വരെയും തുടരാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ എന്തൊക്കെയാണ് SBM ബാങ്കിൻ്റെ ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്, എങ്ങനെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു കാർഡും SBM ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാർഡാണ്. സാധാരണ കാർഡുകളുടെ റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു ഇൻട്രസ്റ്റ് പ്ലസ് ഗോൾഡ് റിട്ടേൺസ് ആണ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നിങ്ങൾ ഏകദേശം 20,000 രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1,800 രൂപയാണ് പെർ ഇയറിലായിട്ട് ഇവർ ഒരു റിട്ടേൺ റിവാർഡ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതും ഗോൾഡിൻ്റെ രീതിയിലാണ് ഈ ഒരു ഇത് പറയുന്നത്. ഇനി നിങ്ങൾക്ക് FD പ്ലാൻ അനുസരിച്ച് അതിൻ്റെ മെച്യൂരിറ്റി അനുസരിച്ച് ഓരോ വർഷവും നിങ്ങൾക്ക് 50,000 FD ആണെങ്കിൽ 3,250 രൂപ ബെനിഫിറ്റ്സ് ആയിട്ട് കിട്ടുകയും ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കൊരു FD ഇടുമ്പോഴുള്ള ആ ഒരു FDയുടെ റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് ബെനിഫിറ്റും കൂടാതെ നിങ്ങൾ കാർഡ് ഉപയോഗിക്കുമ്പോഴുള്ള റിവാർഡ് പോയിന്റ്സ് ആയിട്ടുള്ള സ്പെഷ്യൽ ബെനിഫിറ്റും നിങ്ങൾക്ക് ഗോൾഡ് എന്നുള്ള രീതിയിൽ അതും നിങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെ രണ്ട് ഫീച്ചേഴ്സാണ് അല്ലെങ്കിൽ രണ്ട് റിവാർഡിങ് വേരിയേഷൻസ് ആണ് ഈ ഒരു കാർഡിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് സ്പെൻഡ് റിവാർഡ്സും നിങ്ങളുടെ ഇൻട്രസ്റ്റ് റിവാർഡ്സും നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 5,050 രൂപ ഒരു ഇയറിൽ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ 20,000 രൂപ മാസം സ്പെൻഡ് ചെയ്യുകയാണെങ്കിലാണ് ഈ ഒരു റിവാർഡ് റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് റിവാർഡ്സ് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ പറയുകയാണ് 95,000 ആണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മാസം നിങ്ങൾക്ക് ഓരോ വർഷവും ഈ ഒരു കാർഡ് സ്പെൻഡ് റിവാർഡ്സ് ആയിട്ട് നൽകുന്നത് 8,550 രൂപയാണ്. കൂടാതെ നിങ്ങൾക്ക് FD പ്ലാനിൽ കൂടെ ലഭിക്കുന്നത് 6,175 രൂപയുടെ ഇൻട്രസ്റ്റ് കൂടിയാണ്. അങ്ങനെ ഒരു 14,000 രൂപയുടെ റിട്ടേൺസ് ആണ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് തരുന്നത്. അതായത് നിങ്ങളൊരു ബേസിക് ആയിട്ടുള്ള FD കൂടെ ഇട്ടാൽ മാത്രമേ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു സെക്യൂർഡ് കാർഡായിട്ട് നമുക്ക് പറയാം. മാത്രമല്ല ഈ ഒരു സെക്യൂർഡ് കാർഡിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേൺസ് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ കിട്ടുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് ആയിട്ടാണ്. ഓരോ സ്പെൻഡിലും ഗോൾഡ് ആണ് ഇവർ നൽകുന്നത്. 45 ഡേയ്സ് ആണ് ഈ ഒരു കാർഡ് ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ് പീരീഡ് ആയിട്ട് നൽകുന്നത്. കൂടാതെ ഒരു വർഷം നമ്മൾ ഒരു 6.5% പെർ ആനം ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. 25 ഡേയ്സ് ടെന്യൂർ ആണ് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ 0.75% ആണ് ഗോൾഡ് ബാക്ക് ആയിട്ട് കിട്ടുന്നത്. ഇത് കാർഡിന് കൂടുതലായിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ ഒന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങളൊരു FD ഇട്ട് കഴിയുമ്പോഴുള്ള ആർക്കും ഈ ഒരു കാർഡിന് എലിജിബിൾ ആവാനായിട്ട് സാധിക്കും. ക്രെഡിറ്റ് സ്കോറിനെയും ഇത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. ഇനി ഈ ഗോൾഡ് പെറ്റൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ റിവാർഡ് സിസ്റ്റം ഒരിക്കലും എക്സ്പയർ ആവുന്നില്ല. മാത്രമല്ല നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാതെ നേരിട്ട് ഈ ഒരു റിവാർഡ്സ് നിങ്ങൾക്ക് റെഡീം ചെയ്യാനായിട്ടും സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു പ്രിവെയിലിംഗ് ടൈമിലുള്ള ഗോൾഡ് റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ ഒരു ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് ഓൺലൈനിലൂടെ ഈ ഒരു സംഭവം കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ കോസ്റ്റ് വർദ്ധിക്കും തോറും നിങ്ങൾ നേരത്തെ ഇത് ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടുന്ന ഗോൾഡിൻ്റെ ആ ഒരു ഗോൾഡ് റേറ്റിൻ്റെ ബെനിഫിറ്റും നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ നിന്ന് കിട്ടുന്നു. അതായത് ഗോൾഡിന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺസ് ഉണ്ടെങ്കിൽ ആ ഒരു ഗോൾഡ് റിട്ടേൺസ് കൂടി നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ റിവാർഡ് പോയിന്റ്സ് വഴി ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് പറയാനുള്ളത്. ഈ കാർഡിന് നിലവിൽ ജോയിനിങ് ഫീസ് ഒന്നും തന്നെ ഇല്ല. കൂടാതെ തന്നെ നമ്മുടെ ലയബിലിറ്റി എല്ലാം തന്നെ ക്യാപ്ഡ് ആണ്. അതായത് ഈ കാർഡ് നമ്മൾ അനധികൃതമായിട്ട് ആരെങ്കിലും മോഷ്ടിച്ചോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയോ ഒക്കെ ട്രാൻസാക്ഷൻ വിധേയമാക്കുകയാണെങ്കിൽ അതിനൊരു കവറേജ് ഇവർ നൽകുന്നുണ്ട്. കൂടാതെ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഏകദേശം 95,000 വരെയൊക്കെ മാക്സിമം ഡെപ്പോസിറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഞാനിതിൽ 20,000 ഡെപ്പോസിറ്റ് വഴിയാണ് ഈ ഒരു കാർഡ് എടുത്തിരിക്കുന്നത്. കാർഡിൻ്റെ അൺബോക്സിങ് നമുക്ക് ഈ വീഡിയോയുടെ അവസാനമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ കാർഡിൻ്റെയും ഇൻഷുർഡ് ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. DICGCയുടെ ഇൻഷുറൻസ് പരിരക്ഷ എന്താണെന്ന് അറിയാനായിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് SBM ബാങ്ക് RBI അംഗീകൃത ബാങ്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്
DICGCയുടെ പരിരക്ഷയും ഈ ഒരു കാർഡ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ കാർഡിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആപ്പ് വഴി കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ കാർഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊരു വിസ കാർഡാണ്. അതുകൊണ്ട് തന്നെ വിസ അക്സെപ്റ്റ് ചെയ്യുന്ന ഏത് മർച്ചൻറ്റിലും നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഈ കാർഡ് നിങ്ങൾക്ക് മെറ്റൽ കാർഡ് ഹോൾഡറിൻ്റെ കൂടെയാണ് ലഭിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നമ്മുടെ അൺബോക്സിങ്ങിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഈ കാർഡ് ഞാനിപ്പോൾ എടുത്തതേ ഉള്ളൂ. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സും ഓഫേഴ്സുമാണ് പരിചയപ്പെടുത്തുന്നത്. കൂടാതെ അൺബോക്സിങ്ങുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കേജിൽ തന്നെയാണ് ഈ ഒരു കാർഡ് വന്നത്. ഒരു പേപ്പർ കവറിലാണ്. അതിനകത്ത് ഈ ഒരു പെട്ടിയാണ്, അതും പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പെട്ടിയാണ്. അതിനകത്താണ് നമ്മുടെ ഈ ഒരു ഗിൽഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ഇരിക്കുന്നത്. നമുക്കിതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഈ ഒരു ബോക്സ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ബോക്സിൻ്റെ എല്ലാം ഒരു ഗോൾഡ് തീമിലാണ് ഇവർ ഈ ഒരു ബോക്സ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്കൊരു വെൽക്കം മെസ്സേജ് ഇട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് അവർ കാണിച്ചു തരുന്നത് താങ്ക്സ് ഫോർ ചൂസിങ് ദ റൈറ്റ് വേ ടു സ്പെൻഡ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനത്താണ് ഈ ഒരു കാർഡിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. നല്ലൊരു ബോക്സ് ആണ്, നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോക്സിലാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കാർഡിൻ്റെ ഒരു മെറ്റാലിക് ആയിട്ടുള്ള കാർഡ് സൂക്ഷിക്കാനുള്ള ഒരു സംഭവം നമുക്ക് തരുന്നുണ്ട്. അതൊരു ഗിൽഡ് ആയിട്ട് നമുക്കൊരു പറയാനായിട്ട് പറ്റും. കാർഡ് സൂക്ഷിക്കാനുള്ള ഒരു മെറ്റാലിക് സംഭവമാണ്. ഞാനൊന്ന് ഇളക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് വരുന്നില്ല. കുറച്ച് കട്ടിയായിട്ടാണ് അതൊരു ഒരു ബോക്സിൽ അവർ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു മെറ്റാലിക് സംഭവമാണ്. ഇതിൻ്റെ താഴെ ഒരു ഫ്ലാപ്പ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഫ്ലാപ്പിനെ ഞാനൊന്ന് പിടിച്ചു നോക്കാം. അപ്പോഴാണ് നമ്മുടെ ഒരു കാർഡ് അങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു കാർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ലൊരു ഭംഗിയുള്ളൊരു കാർഡാണ്. ഒരു പ്ലാസ്റ്റിക് കാർഡാണ്, മെറ്റാലിക് കാർഡല്ല. നമ്മൾ പ്ലാസ്റ്റിക് കാർഡ് ആണെന്ന് വിചാരിച്ചില്ല, മെറ്റാലിക് കാർഡ് എന്നാണ് വിചാരിച്ചത് കാണിക്കാനുള്ളത്. പിന്നെ ഒരു സ്റ്റിക്കർ അവർ തന്നിട്ടുണ്ട്. അതും ജസ്റ്റ് ഒരു ബ്രാൻഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബോക്സിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത്. ഈ വീഡിയോയുടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ചെക്കിനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ചെക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലടയ്ക്കാനുള്ള ഒരു സംവിധാനമാണ്. ക്രെഡിലൂടെ അധികം ആർക്കും ഇപ്പോൾ റിവാർഡ്സ് ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി നമ്മൾ കേട്ടുന്നുണ്ട്. നമ്മുടെ ചാനലിൽ കൂടെ റെക്കമെൻഡ് ചെയ്ത് തന്നെ വളരെയധികം പേർ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്രെഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ്സ് ബിൽസ് പേ ചെയ്യാനായിട്ട് ക്രെഡ് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ നിലവിൽ ക്രെഡിറ്റിൻ്റെ സ്ക്രാച്ച് കാർഡ് സിസ്റ്റം ആയാലും അവരുടെ ഒരു ലക്കി വീൽ സിസ്റ്റം ആയാലും അധികം ക്യാഷ് ബാക്ക് ഒന്നും തിരിച്ച് നൽകുന്നില്ല എന്നുള്ളതാണ് നിലവിൽ കേട്ടുവരുന്ന ഒരു പരാതി. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു പുതിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ്. ഇനി മുതൽ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരു ആപ്ലിക്കേഷൻ വഴി ബില്ല് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചെക്ക് എന്ന് പറയുന്ന ഒരു കോയിൻ സിസ്റ്റമാണ്. ഈ ഒരു കോയിൻസ് നിങ്ങൾക്ക് 1% ആണ്. നിങ്ങൾ ഒരു 1 lakhിൻ്റെ ബില്ല് അടയ്ക്കുമ്പോൾ 1% ആണ് നിങ്ങൾക്ക് ഈ ഒരു ചെക്ക് കോയിൻസ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ബിൽസ് എല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അടയ്ക്കുവാനും എല്ലാ കാർഡുകളും ഒരുമിച്ച് ട്രാക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് വഴി സാധിക്കുന്നു. ചിപ്സ് നിങ്ങൾക്ക് റെഡീം ചെയ്ത് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഈ വൗച്ചേഴ്സ് ആക്കി മാറ്റാനും അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യാഷ് ബാക്ക് ആക്കി മാറ്റാനും സാധിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഏൺ ചെയ്യുന്ന ചെക്ക് ചിപ്സ് അനുസരിച്ച് ആ ചെക്ക് ചിപ്സിനെ ഡയറക്റ്റ് നിങ്ങൾക്ക് പണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ 1000 ചെക്ക് ചിപ്സ് ഏൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ 250 രൂപയായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ക്രെഡിറ്റിൻ്റെ റിവാർഡ് പോയിന്റ്സ് അല്ലെങ്കിൽ റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കണക്കിന് നമ്മളെ പറ്റിക്കാറുണ്ട്. കാരണം ചില സമയമൊക്കെ 7 രൂപയായിരിക്കും 6 രൂപയായിരിക്കും കിട്ടുന്നത്. നമുക്കറിയത്തില്ല എത്ര രൂപയാണ് കിട്ടുന്നത്. ചില സമയത്ത് നമുക്ക് പണം ഒന്നും തന്നെ കിട്ടുകയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ചെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ചെക്കിനില്ല. ചെക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻസിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ക്യാഷ് ആയിട്ട് റെഡീം ചെയ്യാനും ചിലപ്പോൾ ആമസോൺ വൗച്ചേഴ്സ് ആയിട്ട് റെഡീം ചെയ്യാനും സാധിക്കുന്നു. ആമസോൺ വൗച്ചേഴ്സ് ഒക്കെ ആയിട്ട് റെഡീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ വാല്യൂസ് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ 500 ചെക്ക് ചിപ്സ് കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപയുടെ ആമസോൺ വൗച്ചർ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ 500 രൂപയുടെ 1000 രൂപയുടെ ഒക്കെ വൗച്ചേഴ്സ് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുമ്പോൾ എന്നുള്ളത്. അപ്പോൾ ഇതുവരെ ചെക്ക് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ ലിങ്ക് ഉപയോഗിക്കാം. അതിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡ്സ് നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും കൂടുതലായിട്ടുള്ള വീഡിയോസ് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ചാനൽ ഒരു മോഡിഫിക്കേഷൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനും കൂടുതൽ ടോപ്പിക്സും കൂടുതൽ കാര്യങ്ങളും കൂടുതൽ വെറൈറ്റി ഓഫ് വീഡിയോസും ഈ ഒരു ചാനലിൽ ഇടുന്നതുമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക. ഡിസ്കഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടൈം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.